അപൂർവ രോഗം ബാധിച്ച് ശരീരം നുറുങ്ങുന്ന വേദനയുമായി കഴിയുന്ന 24-കാരി ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുകയാണ്. ബഹ്ഷിറ്റ്സ് എന്ന അപൂർവ രോഗമാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ എൽവറ്റ് റോസ് എബ്രഹാമിന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തത്. നെടുങ്കണ്ടം സ്വദേശിനിയായ എൽവറ്റ് റോസിന് ഒരു ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം. ആ സ്വപ്നത്തിലേക്ക് അവൾ നടന്നു തുടങ്ങിയെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ രക്തക്കുഴലുകളിൽ മുഴകൾ രൂപപ്പെടുന്ന അപൂർവ രോഗം എൽവറ്റിനെ പിടികൂടിയ വിവരം മനസ്സിലാക്കുന്നത്. രോഗാവസ്ഥ കണ്ടുപിടിച്ചതിന് പിന്നാലെ ശരീരം മുഴുവൻ നീരുവെച്ചു, അസഹ്യമായ വേദനയും. ആജീവനാന്തം ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച് 7 വർഷത്തിനിപ്പുറം എൽവറ്റിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. എന്ന് പറഞ്ഞ രോഗമാണ്. ഞരമ്പുകൾ മൊത്തം മുഴകള് 6 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. മാസത്തെ 2 ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷന് ഒരു ഇഞ്ചക്ഷന് 25,000 രൂപയാകും. 8 മാസം മുടങ്ങാതെ എടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ മരുന്നുകളും ടെസ്റ്റുകൾക്കുമായിട്ട് നല്ലൊരു തുക ചെലവാകും. അവള് ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മെയ് മാസം പകുതി വരെ ലാബിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാണ് മെയ് മാസം പകുതി ഫിക്സ് വന്നാൽ അവന്റെ ജോലിക്ക് പോകാൻ പറ്റില്ലെന്നായി. അത് ഹോസ്പിറ്റലിൽ കിടന്ന ഡോക്ടേഴ്സ് ചെക്കപ്പ് നടത്തി പറഞ്ഞ് തലച്ചോറിനകത്ത് കുരുക്കൾ വന്ന് പൊട്ടുന്നതാണ് ഫിക്സിന്റെ കാരണമെന്ന് പറഞ്ഞു. 8 മാസം തുടർച്ചയായി കുത്തിവയ്പ്പെടുത്താൽ എൽവറ്റിന് സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും ആകും. ഈ ചികിത്സയ്ക്ക് മാത്രം 4 ലക്ഷം രൂപ വേണം. ഇതിനോടകം ലക്ഷങ്ങൾ ചികിത്സയ്ക്കായി മുടക്കിയ കൂലിപ്പണിക്കാരനായ പിതാവും അമ്മയും ഈ തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിയ മുടങ്ങാൻ പാടില്ല. 8 മാസം മാസത്തെ 2 ഇഞ്ചക്ഷൻ വെച്ച് തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഇഞ്ചക്ഷൻ 25,000 രൂപ. പിന്നെ വേറെ മരുന്നുകളും ടെസ്റ്റുകളും ഉണ്ട്. മകൾക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാനെങ്കിലുമുള്ള ചികിത്സയ്ക്കായാണ് ആളുകൾക്ക് മുമ്പിൽ ഈ കുടുംബം ഇന്ന് കൈനീട്ടുന്നത്. ടെസ്റ്റുകൾക്കും തുടർ ചികിത്സയ്ക്കുമായി വീണ്ടും ലക്ഷങ്ങൾ കണ്ടെത്തേണ്ടതായുമുണ്ട്. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മരുന്നുകൾ പോലും വാങ്ങുന്നത്. സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായം മകളുടെ ചികിത്സയ്ക്കായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ജനം, ഇടുക്കി.